നമസ്കാരം. ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ബീഹാറിൽ വമ്പൻ വിജയവുമായി NDAക്ക് ഭരണ തുടർച്ച. 204 സീറ്റുമായി സർവാധിപത്യം. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകും. ചിരാഗ് പാസ്വാന് 19 സീറ്റുമായി വൻ നേട്ടം. ആഘോഷവുമായി NDA പ്രവർത്തകർ. തകർന്നടിഞ്ഞ മഹാസഖ്യം. 60 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 5 സീറ്റ് മാത്രം. ശക്തി കേന്ദ്രങ്ങൾ കൈവിട്ട RJD. വിജയം 26 സീറ്റിൽ മാത്രം. ചലനം സൃഷ്ടിക്കാതെ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി. ഇടതു പാർട്ടികൾക്കും സീറ്റ് നഷ്ടം. SIRനെ പഴിച്ച് കോൺഗ്രസ്. തോൽവിയിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും പ്രചരണത്തിന് പോയവർ വിശദീകരണം നൽകണമെന്നും ശശി തരൂർ. സ്വർണക്കൊള്ളയിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലെന്ന് ED ഹൈക്കോടതിയിൽ. കള്ളപ്പണ ഇടപാട് നടന്നോ എന്ന് അന്വേഷിക്കണമെന്നും ED. മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ചൊവ്വാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് നിർദ്ദേശം. ദ്വാരപാലകപ്പാളി കേസിൽ ജയശ്രീ 4ാം പ്രതി. ഡൽഹി സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതം. ഒരു ഡോക്ടർ ഉൾപ്പെടെ 5 പേർ കസ്റ്റഡിയിൽ. ചാവേർ ഉമർ നബിയുടെ പുൽവാമയിലെ വീട് സുരക്ഷാ സേന തകർത്തു. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ മരിച്ച ശിവപ്രിയയുടെ മരണം അണുബാധ മൂലമെന്ന അന്വേഷണ റിപ്പോർട്ട്. അണുബാധയുടെ ഉറവിടം വ്യക്തമല്ലെന്നും റിപ്പോർട്ട് DMEക്ക് കൈമാറി. SIRലെ സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ ഇടപെടാതെ ഹൈക്കോടതി. സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം. സംസ്ഥാന സർക്കാരിന്റെ ഹർജി തീർപ്പാക്കി. വിശദമായി നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ ആവശ്യത്തിനായി ED ഹൈക്കോടതിയിൽ. സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് EDക്ക് അന്വേഷിക്കേണ്ടത്. ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. അതിനിടെ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ചൊവ്വാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നു. രാജേഷ്, ഇതിൽ ഏറ്റവും പ്രധാനം EDയുടെ ഒരു ഇടപെടലാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു കള്ളപ്പണം ഇടപാടും ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ED സംശയം ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? തീർച്ചയായും പ്രധാനമായും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പുറത്തു വരേണ്ട കുറെ കാര്യങ്ങൾ ഇനിയും ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമേ ഇപ്പോഴും പുറത്തു വന്നിട്ടുള്ളൂ. ഈ പാളികൾ, അതുകൂടാതെ ഈ ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള മരത്തിന്റെ തന്നെ, അതായത് സ്വർണ്ണപ്പാളി മാത്രമല്ല, ഭഗവാന്റെ വാതിൽ, ഇതെല്ലാം ഒരു ദൈവിക അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ ഇതെന്നുള്ള രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഓരോ കോടീശ്വരന്മാർ വാങ്ങി വീട്ടിൽ വെച്ച് പൂജിക്കുന്നുണ്ടോ? കാരണം ഇക്കാര്യത്തിൽ സിനിമാ നടൻ ജയറാം തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ വാതിൽ കൊണ്ട് വച്ചപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ട് ഈ വാതിൽ പൂജിച്ചു എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള വിശ്വാസമുള്ള, അതായത് ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്ന വാതിൽ എന്റെ വീട്ടിൽ വന്നാൽ ഐശ്വര്യമുണ്ടാകും എന്നുള്ള ആ ഡിവൈൻ വാല്യൂ, അതാണ് പ്രധാനമായിട്ട് പറയേണ്ടത്. അതിന് വാല്യൂ ഇല്ല. കാരണം വെച്ചാൽ അതൊരു വലിയൊരു തുകയുടെ മൂല്യമാണ്. എത്ര തുക? ഇപ്പൊ നമ്മൾ ഒരു വലിയ പഴയ ഒരു രത്നങ്ങൾക്കും വിലമതിക്കാനാവാത്ത എന്ന് പറയുന്ന പോലെ അയ്യപ്പന്റെ വാതിലിന്റെ വിലയ്ക്ക് വിലമതിക്കാനാവാത്ത വാതിലുകൾ എവിടെയാണ് ഇരിക്കുന്നത്? ഇത് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തേണ്ടത്. അപ്പൊ അതിനിടെ ഈ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ED ഇപ്പോൾ സംശയിക്കുന്നത്. കാരണം ഇത്രയും വലിയ തുക ബാങ്ക് വഴി പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഈ അയ്യപ്പനെ കൊള്ള ചെയ്ത് വിറ്റ പണം പലതരത്തിൽ പല സ്ഥലത്തും വന്നിട്ടുണ്ടാവും. ഈ കാര്യത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുള്ളൂ. അത് EDയുടെ ഒരു സംശയ ന്യായമാണ്. ഈ കാര്യം ED കീഴ്ക്കോടതിയിൽ ഉന്നയിച്ചിട്ട് EDക്ക് അനുകൂലമായ ഉത്തരവ് കിട്ടിയില്ല. അതിനെതിരെയാണ് ED ഇപ്പോൾ ഹൈക്കോടതിയിൽ വന്നിട്ടുള്ളത്. ഇതിൽ EDക്ക് അന്വേഷിക്കാനുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് അന്വേഷിക്കാൻ അനുമതി തരണമെന്നാണ് ED ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും.
ശരി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ ആവശ്യത്തിനായി ഇ ഡി ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് ഇ ഡിക്ക് അന്വേഷിക്കേണ്ടത്. ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. അതോടൊപ്പം തന്നെ ഈ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ചൊവ്വാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് നിർദ്ദേശം. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷ്. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ ഉത്തരവ്. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയെ സമീപിക്കാമെന്നും വ്യക്തമാക്കി ഹൈക്കോടതി ഹർജി തീർപ്പാക്കി. ഹൈക്കോടതി ജസ്റ്റിസ് വി.ജി. അരുണിന്റെ സിംഗിൾ ബെഞ്ചാണ് വിധി പറഞ്ഞത്. വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉദ്യോഗസ്ഥ ക്ഷാമത്തിന് കാരണമാകുന്നുവെന്നും ഇതിന് അടിയന്തര പ്രാധാന്യമില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ ഹർജി നൽകിയത്. ബീഹാറിൽ എക്സിറ്റ് പോളുകളേക്കാൾ വലിയ വിജയവുമായി എൻ.ഡി.എ. ചരിത്ര വിജയവുമായി എൻ.ഡി.എ. അധികാരത്തിലേക്ക് 243-ൽ 204 സീറ്റുകളുമായാണ് എൻ.ഡി.എയുടെ മുന്നേറ്റം. ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ്. വോട്ട് ചോരി അടക്കമുള്ള വിഷയങ്ങളുമായി പ്രചാരണം നടത്തിയ മഹാസഖ്യം തകർന്നടിഞ്ഞു. ജയം 33 സീറ്റുകളിൽ മാത്രമാണ്. 60 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 5 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിക്കും കാര്യമായ ചലനം സൃഷ്ടിക്കാനായിട്ടില്ല. വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, മഹാവിജയത്തിന്റെ തിളക്കത്തിലാണ് എൻ.ഡി.എ. അതോടൊപ്പം തകർന്നടിഞ്ഞ് മഹാസഖ്യം. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുപോലെ തന്നെ സത്യപ്രതിജ്ഞയും ഒക്കെ സംബന്ധിച്ച തീരുമാനവുമൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? അമ്പിളി, സദ്ഭരണത്തിന് കിട്ടിയ അംഗീകാരം എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം ബീഹാറുമായി ബന്ധപ്പെട്ട്. അതായത് ഏത് തരത്തിലുള്ള നിലപാടുകളാണ് പ്രധാനമായി മുന്നോട്ട് വെച്ചത്, ആ നിലപാടുകൾ ബീഹാറിലെ ജനങ്ങൾ അംഗീകരിച്ചു എന്നാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടമായിരുന്നു ബീഹാറിൽ നടന്നത്. പക്ഷേ വലിയ തരത്തിലുള്ള അട്ടിമറികൾ ഉണ്ടായേക്കും. ഭരണത്തിലേക്ക് മഹാസഖ്യം എത്തുമെന്നൊക്കെ തന്നെ ചർച്ചകൾ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ അവിടെ എങ്ങും തന്നെ മഹാസഖ്യത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. 34 സീറ്റിലേക്ക് മാത്രം മഹാസഖ്യം ഒതുങ്ങുകയും 203 എന്ന നിലയിലേക്ക് 203-നും 204 ചില സീറ്റുകളിലും മാറി മറിഞ്ഞ് തന്നെയാണ് പലരും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. JDU തൊട്ടുപിന്നിലുണ്ട്. LJPക്കും വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ HAM ഒക്കെ തന്നെ വലിയ സ്വാധീനമുണ്ടാക്കുന്നു. മറുവശത്ത് RJD കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ പോരാട്ടം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ 50 സീറ്റ് പിന്നിലേക്ക് പോയിരിക്കുന്നു. അതുപോലെ തന്നെ 19 സീറ്റിൽ വിജയിച്ച കോൺഗ്രസ് 5 സീറ്റിലേക്ക് മാറിയിരിക്കുന്നു. 12 സീറ്റിൽ വിജയിച്ച CPIML 3 സീറ്റിലേക്കും മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ CPM 1 സീറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. അങ്ങനെ ഇടത് പാർട്ടികൾക്കും വലിയ തിരിച്ചടി ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പായി തന്നെ ഇതിനെ വിലയിരുത്തേണ്ടി വരും. ഏതായാലും അതിശക്തമായ പോരാട്ടമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എക്സിറ്റ് പോളുകളെ പോലും മറികടന്നുള്ളൊരു തേരോട്ടം നടത്താൻ ബി.ജെ.പിക്ക്, NDAക്ക്, JDUവിനൊക്കെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഏറെ വൈകാതെ പ്രധാനമന്ത്രി ബി.ജെ.പിയുടെ ദേശീയ ആസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി എത്തും. അവിടെ ജനങ്ങളെ രാജ്യത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഒരുപക്ഷേ 1 മണിക്കൂറോളം നീളുന്ന പ്രസംഗമുണ്ടാകാൻ പ്രധാനമന്ത്രി സംസാരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷേ വനിതകളുടെ ഒരു വോട്ട് വലിയ രീതിയിൽ ബി.ജെ.പി പിടിക്കുകയാണെങ്കിൽ അതിന് മറുപടിയായി യുവാക്കളുടെ വോട്ട് കൊണ്ട് പരിഹാരം കാണാമെന്നുള്ളതായിരുന്നു വലിയ പ്രതീക്ഷ ഈ പാർട്ടികളൊക്കെ തന്നെ മഹാസഖ്യം മുന്നോട്ട് വെച്ചതെങ്കിൽ എല്ലായിടത്തും അടിപതറി എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതിശക്തമായ പോരാട്ടം പ്രതീക്ഷിച്ചെടുത്ത് ബി.ജെ.പിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളിലേക്കും അതിനുള്ളൊക്കെ സമയമാണ്. ഏതായാലും കോൺഗ്രസിന്റെ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ കൂടുതലായി വരേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേരത്തെ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയൊക്കെ തന്നെ വലിയ വിമർശനം ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് എന്താണ് അടിസ്ഥാനപരമായി ഇതിന്റെ പ്രശ്നമെന്ന് ഇപ്പോഴും പറയാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയണം. അതേസമയം നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ സദ്ഭരണത്തിന് കിട്ടിയ അംഗീകാരമാണ്, സാധാരണ മനുഷ്യർക്കൊപ്പം നിന്നതിന്റെ അംഗീകാരമാണെന്നൊക്കെ തന്നെ ബി.ജെ.പി പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ തുടക്കത്തിൽ വലിയ പോരാട്ടം, വലിയ തരത്തിൽ ആശങ്ക ഉണ്ടായിരുന്നത് തേജസ്വി യാദവിന്റെ ഒരു ഫലത്തെ സംബന്ധിച്ചായിരുന്നു. പക്ഷേ തേജസ്വി യാദവിന് വലിയ നേട്ടമുണ്ടാക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. 12,000-ലധികം വോട്ടുകൾക്ക് തേജസ്വി യാദവ് വിജയത്തിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ, ബി.ജെ.പി സംബന്ധിച്ച് അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ നേരിട്ടിറങ്ങിയാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് നയിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി അവകാശപ്പെടാവുന്ന തരത്തിൽ, നിതീഷ് കുമാറിനപ്പുറത്തേക്ക് അവർക്ക് കൂടി അവകാശപ്പെടാവുന്ന തരത്തിലേക്ക് ബീഹാറിലെ വിജയം മാറിയിരിക്കുന്നു. അമ്പിളി,
ശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഏറ്റവും അവസാനം നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. കാരണം ഇനി സത്യപ്രതിജ്ഞാ ചടങ്ങിന് കാണാമെന്ന് പറഞ്ഞാണ് ബീഹാറിൽ നിന്ന് മടങ്ങുന്നത്. ഇപ്പോൾ NDA സംബന്ധിച്ച് ഒരു മന്ത്രിസഭാ രൂപീകരണം ഇനി അങ്ങോട്ട് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നിതീഷ് തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് പറയുന്നു. ഒപ്പം 2 ഉപമുഖ്യമന്ത്രി സ്ഥാനവും BJPയുടെ കയ്യിൽ തന്നെയാണ്. ആ ഒരു രാഷ്ട്രീയ സമവാക്യത്തിൽ തന്നെ ആയിരിക്കില്ലേ തുടക്കത്തിൽ മുന്നോട്ട് പോവുക? തമ്മിൽ ഒരുപക്ഷെ അതിലേതെങ്കിലും തരത്തിലൊരു മാറ്റം ഉണ്ടാകും. അത് മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചായിരിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, ഒരു തുടക്കത്തിൽ ഏതായാലും അത് തുടക്കത്തിൽ ഈ അമ്പിളി സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മാറ്റം ഉണ്ടാകില്ല. പിന്നീട് ഏതെങ്കിലും തരത്തിലൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തും. മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല. LJPയുടെ സാന്നിധ്യം വളരെ നിർണായകം തന്നെയാണ്. 19 സീറ്റിൽ LJP ഉണ്ട്. പക്ഷെ JDUവിനെ എന്തായാലും BJPക്ക് പിണക്കാൻ കഴിയില്ല. കാരണം JDUവിന്റെ രാഷ്ട്രീയ ചരിത്രം നമുക്കറിയാം. അധികാരമാണ് നിതീഷ് കുമാറിനെ എല്ലാ കാലവും ത്രസിപ്പിക്കുന്നത്. ആര് അധികാരത്തിനൊപ്പം നിൽക്കുന്നു അവർക്കൊപ്പം നിതീഷ് കുമാർ പോയ ചരിത്രമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നിതീഷ് കുമാറിനെ പിണക്കിയൊരു നീക്കം ഈ ഘട്ടത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തർക്കമൊന്നുമില്ല എന്ന് BJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. ഇനി മറ്റേതെങ്കിലും തരത്തിൽ നീക്കങ്ങൾ ഉണ്ടാകണമെങ്കിൽ പോലും അത് സ്വാഭാവികമായിട്ടും ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും അവസാന ഘട്ടങ്ങളിലേക്കൊക്കെ തന്നെ എത്തുമ്പോഴായിരിക്കും. ഏതായാലും ഈ ആദ്യത്തെ 2 വർഷങ്ങളിൽ അതിനൊരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. മറ്റേതെങ്കിലും പേരുകൾ അതിലേക്ക് ഉയർന്നു വരാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നില്ല. കാരണം അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, നിതീഷ് കുമാറിന്റെ കൂടി വിജയമാണിത്. പ്രത്യേകിച്ച് നിതീഷ് കുമാറിന്റെ ഗുരുതരമായ ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിതീഷ് കുമാറിന് അനാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അത്രയുമുള്ളൊരു നേതാവിന് മതിയോ നിങ്ങൾക്ക്, യുവാക്കൾ ഭരിക്കേണ്ടതല്ലേ ബീഹാർ എന്നുള്ളതൊക്കെയായിരുന്നു ചോദ്യം. പക്ഷെ അതിലേക്ക് മറികടന്ന് JDU 84 സീറ്റ് എന്നതാണ്. BJP 90-ലും JDU 84-ലും 6 സീറ്റിന്റെ മാത്രം വ്യത്യാസമാണ്. മറുവശത്ത് BJPയെ സംബന്ധിച്ച് BJPക്ക് വേണ്ടി തന്ത്രങ്ങൾ മെളയാൻ, തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കാൻ നേതാക്കളുടെ വലിയ നിരയാണ്. പ്രധാനമന്ത്രി അമിത്ഷാ, JP നദ്ദ, രാജ്നാഥ് സിംഗ്, ഒപ്പം തന്നെ ഉത്തർപ്രദേശിൽ നിന്ന് യോഗി ആദിത്യനാഥ് വരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റ് മന്ത്രിമാരൊക്കെ കേശവ പ്രസാദ് മൗര്യ ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ബീഹാറിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയായിരുന്നു. ഒപ്പം തന്നെ രവിശങ്കർ പ്രസാദ്, അതോടൊപ്പം തന്നെ JP നദ്ദ, മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ വരുന്നു. ഡൽഹി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള രേഖാ ഗുപ്ത ഉൾപ്പെടെയുള്ളവർ അവിടെ കൃത്യമായി എത്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നയിച്ചത്. മറുവശത്ത് JDUവിനെ സംബന്ധിച്ച് അവർക്ക് ഒറ്റ നേതാവേ ഉള്ളൂ. അത് നിതീഷ് കുമാർ ആയിരുന്നു. ആ നിതീഷ് കുമാർ തന്നെയാണ് അവരുടെ നേതാവ്. ആ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ നേതാവും നിതീഷ് കുമാർ. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ കൈവിട്ടുകൊണ്ടൊരു നീക്കത്തിലേക്ക് ഒരു ഘട്ടത്തിലും BJP പോകില്ല. കാരണം അതൊരു വാഗ്ദാന ലംഘനം മാത്രമല്ല, നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ചരിത്രം കൂടി BJPയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു നീക്കം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയും. പക്ഷേ LJPക്ക് ഏത് തരത്തിലുള്ള പദവി, കാരണം 2 ഉപമുഖ്യമന്ത്രിമാർ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 2 BJPയാണ്. LJPയെ കൂടി ഉൾക്കൊണ്ടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഒരു 3 ഉപമുഖ്യമന്ത്രിമാരുടെ തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്താനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. അമ്പിളി, ശരി, വ്യക്തമാണ്. ബീഹാറിൽ എക്സിറ്റ് പോളുകളേക്കാൾ വലിയ വിജയവുമായാണ് NDA. ചരിത്ര വിജയം NDA നേടിയിരിക്കുന്നു. 243-ൽ 204 സീറ്റുകളുമായാണ് NDA അധികാരത്തിലേക്ക് എത്തുന്നത്. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് എന്നുള്ള പ്രത്യേകത കൂടി ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പിനുണ്ട്. എന്നാൽ വോട്ട് ചോരി അടക്കമുള്ള വിഷയങ്ങളുമായി പ്രചാരണം നടത്തിയിട്ടും ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് കോൺഗ്രസ് ബീഹാറിന് സംഭവിച്ചിരിക്കുന്നത്. മഹാസഖ്യം തകർന്നടിഞ്ഞിരിക്കുന്നു. ജയം 33 സീറ്റുകളിലാണ്. 60 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 5 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ വിശകലനങ്ങളും അവലോകനങ്ങളും ഒക്കെ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ. ഒപ്പം തന്നെ പ്രധാനമന്ത്രി BJPയുടെ ദേശീയ ആസ്ഥാനത്തെത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നൊക്കെ ഉള്ള വിവരങ്ങളുമുണ്ട്. എന്തായാലും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KK പ്രശാന്ത്. ബീഹാറിൽ പ്രതിപക്ഷ സഖ്യം വലിയ തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാകും. വോട്ടർ അധികാർ യാത്ര നടത്തി ബീഹാറിൽ ചുവടുറപ്പിക്കാം എന്നുള്ളതായിരുന്നു രാഹുലിന്റെ പ്രതീക്ഷ. എന്നാൽ അതെല്ലാം തകർത്തുകൊണ്ടാണ് NDA സഖ്യം തേരോട്ടം നടത്തിയത്. വികസനം, തൊഴിലില്ലായ്മ എന്നിവയ്ക്ക് പുറമെ വോട്ടുകൊള്ള, വോട്ടർ പട്ടിക ക്രമക്കേട് എന്നിവ കൂടി ഉയർത്തിയാണ് ബീഹാറിൽ രാഹുൽ ഗാന്ധി പ്രചരണം നയിച്ചത്. നരേന്ദ്ര മോദി, अमित शाह और ये जो चीफ इलेक्शन कमिश्नर है ज्ञानेश, ये वोट चोरी कर रहे हैं. बिहार के युवाओं से कह रहा हूँ, बिहार के जो जनरेशन Z है उनसे कह रहा हूँ, हमारी सबकी जिम्मेदारी है, आपको सावधान रहना है पोलिंग बूथ पे, വോട്ട് ചോരി नहीं होने देनी है. എന്നാൽ പ്രധാനമന്ത്രിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ ബീഹാർ ജനത ഏറ്റെടുത്തില്ല എന്നാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കർഷകർക്കൊപ്പം സഞ്ചരിച്ചും വെള്ളത്തിലിറങ്ങിയും ബീഹാർ ജനതയുടെ മനസ്സിൽ കയറാൻ രാഹുൽ ശ്രമിച്ചു. പക്ഷേ ഇതൊന്നും വോട്ടർമാർക്കിടയിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റിൽ മത്സരിച്ച് 19 സീറ്റിൽ ജയിച്ചു. ഇത്തവണ പക്ഷേ RJDയോട് യുദ്ധം വെട്ടി 63 സീറ്റിൽ മത്സരിച്ചു. ഇരട്ട സംഖ്യയിലേക്ക് എത്താൻ പോലും കോൺഗ്രസിനായില്ല.
ദയനീയ പരാജയമാണ് രാഹുലും കൂട്ടരും ഏറ്റുവാങ്ങിയത്. കേവലം ബീഹാർ കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് രാഹുലും കോൺഗ്രസും പറയുന്നുണ്ട്. പക്ഷേ ബീഹാറിലെ പരാജയം കോൺഗ്രസിന് മുന്നിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. രാജ്യവ്യാപകമായി BJPയെ എതിർക്കാൻ കോൺഗ്രസിൽ ശക്തിയുണ്ടോ? രാഹുൽ ഗാന്ധിയെ മാത്രം മുൻനിർത്തിയാൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ? മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാടുകൾ കൂടി അംഗീകരിക്കേണ്ടേ? ഇത്രയും ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് മുന്നിലും ഉയർന്നു കേൾക്കാം. ഇതിനു മറുപടി പറയാതെ, പരിഹാരം കാണാതെ മുന്നോട്ടു പോയാൽ പശ്ചിമബംഗാളും അസമും കേരളവും തമിഴ്നാടും കോൺഗ്രസിനെ കാത്തിരിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കോൺഗ്രസിന്റെ പരാജയ കാരണം പഠിക്കാൻ പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ശശി തരൂർ MP. എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് പരിശോധിക്കണം. പ്രചരണത്തിൽ നേരിട്ട് പങ്കാളികളായവർ തോൽവിയുടെ കാരണങ്ങൾ വിശദീകരിക്കണമെന്നും തന്നെ പ്രചരണത്തിന് ക്ഷണിച്ചിരുന്നില്ലെന്നും ശശി തരൂർ പറഞ്ഞു. Look, it's a question of leading at the moment. Yes, they're leading by a rather large margin, but let's wait for the Election Commission to discuss and disclose the results. I'm sure that the party has a responsibility to study in detail the causes. But remember, we were not the senior partner in the alliance, and that RJD also has to look carefully at its own performance. But I will say that on a matter like this, it's very important that we look at the totality of our performance. You know, elections are about a number of factors. There is, of course, the popular mood, there is a question of organizational strengths and weaknesses, there is a question of the messaging, a lot of issues which will have to be looked at. രാഹുൽ ഗാന്ധി ഉയർത്തിയ വ്യാജ ആരോപണങ്ങൾ ബീഹാറിലെ ജനം തള്ളിയെന്ന് BJP നേതാവ് V. മുരളീധരൻ. രാഹുൽ ഗാന്ധി അപക്വമായി ഇത്തരം പരാമർശങ്ങൾ പിൻവലിച്ചാൽ മാത്രമേ കോൺഗ്രസിന് നില മെച്ചപ്പെടുത്താൻ കഴിയൂ. ബീഹാറിലെ ജയം കേരളത്തിൽ BJPക്ക് വലിയ ഊർജ്ജം നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ ശ്രീ നരേന്ദ്രമോദിജിയുടെയും നിതീഷ് കുമാറിൻ്റെയും ജനപക്ഷ ഭരണത്തിനുള്ള അംഗീകാരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഡൽഹിയിലെ ഭരണമടക്കം ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണെന്നുള്ള അവകാശവാദമാണ് നടത്തിയിരുന്നത്. ബീഹാറിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ എന്താണ്, ബീഹാറിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ എന്താണ്, ഈ കാര്യങ്ങളിൽ ശ്രദ്ധ ഊന്നുന്നതിന് പകരം നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കും ഈ തെരഞ്ഞെടുപ്പോടുകൂടി എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയത്. നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കുമെന്നുള്ള അവകാശവാദം ഉന്നയിച്ച ആളുകൾക്കുള്ള തിരിച്ചടിയാണ് ബീഹാറിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. സ്ത്രീകളും യുവാക്കളും കർഷകരും ഉൾപ്പെടെ എല്ലാ ജനവിഭാഗങ്ങളും വളരെ ശക്തമായിട്ടുള്ള പിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നൽകിയിട്ടുള്ളത്. സ്ത്രീകളുടെ വലിയ തോതിലുള്ള പോളിംഗ് ശതമാനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ബീഹാറിൽ NDAക്ക് ലഭിച്ചെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. കേരളത്തിലും NDA വർഗീയ മുന്നണിയാണെന്ന് പ്രചാരണം നടത്തുന്നവർക്ക് ബീഹാർ മുന്നറിയിപ്പാണ്. കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യത്തിന് ബാധ്യതയായി തീർന്നു എന്നും രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം കേരളത്തിൽ കോൺഗ്രസ് വിളമ്പുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. ബീഹാറിലെ NDAയുടെ അഭൂതപൂർവമായിട്ടുള്ള വിജയം ഏറ്റവും മാതൃകയാക്കാവുന്നത് കേരള സംസ്ഥാനത്തിനാണ്. അവിടെ ജംഗിൾ രാജിനെതിരായിട്ട് അത്തരം ശക്തികൾ ഇനി വേണ്ട എന്നുള്ള ഒരു ഉറച്ച നിലപാടാണ് വോട്ടർമാർ സ്വീകരിച്ചത്. കേരളത്തിലും ഈ കൊള്ളക്കാരുടെ ഭരണത്തിനെതിരായിട്ടുള്ള സുതാര്യമായ ഒരു ഭരണ സംവിധാനം വേണമെന്നുള്ള കൃത്യമായ സന്ദേശമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രസവത്തിനെത്തിയ കരിക്കകം സ്വദേശി ശിവപ്രിയയുടെ മരണം ബാക്ടീരിയൽ അണുബാധ മൂലം തന്നെയെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട്. അണുബാധയുടെ ഉറവിടം വ്യക്തമല്ല. ആശുപത്രിയിൽ നിന്നാണ് അണുബാധ ഉണ്ടായതെന്ന് പറയാനാകില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിദഗ്ധ സമിതി റിപ്പോർട്ട് DMEക്ക് കൈമാറി. സ്റ്റഫൈലോകോക്കസ് അണുബാധ മൂലമാണ് കരിക്കകം സ്വദേശി ശിവപ്രിയ മരണപ്പെട്ടത് എന്നാണ് വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നത്. മരണത്തിന് കാരണമായ അണുബാധ ആശുപത്രിയിൽ നിന്നാണെന്ന് പറയാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ബാക്ടീരിയ സാധാരണ പൊതുസ്ഥലങ്ങളിലും കാണപ്പെടാമെന്നും അതുകൊണ്ട് എവിടെ നിന്നാണ് യുവതിക്ക് അണുബാധയുണ്ടായതെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സംഗീതയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണ റിപ്പോർട്ട് DMEക്ക് കൈമാറിയത്.
റിപ്പോർട്ട് അനുസരിച്ച് ഒരു കാരണവശാലും ഈ ബാക്ടീരിയ ഉള്ളിൽ കടന്നത് അത് ആശുപത്രി ലേബർ റൂമിൽ നിന്നല്ല. ലേബർ റൂമിലും പ്രസവാനന്തര ശുശ്രൂഷ വാർഡിലും നടത്തിയ പരിശോധനകളിൽ രോഗാണുക്കളുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. ശിവപ്രിയയ്ക്ക് രോഗലക്ഷണങ്ങൾ കണ്ടത് വീട്ടിൽ പോയി മടങ്ങി വന്ന ശേഷമാണെന്നും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രസവത്തിന് ശേഷം സ്റ്റിച്ചിട്ടത് വൃത്തിയില്ലാതെയായിരുന്നുവെന്നും തുടർന്നുണ്ടായ അണുബാധ മൂലമാണ് മരണം സംഭവിച്ചതെന്നുമാണ് ശിവപ്രിയയുടെ ബന്ധുക്കളുടെ ആരോപണം. പ്രസവത്തിനു ശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയ യുവതിക്ക് പനിയുണ്ടാക്കുകയും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് SAT ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. തുടർന്ന് ആരോഗ്യനില വഷളായതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഞായറാഴ്ച ഉച്ചയോടെ മരിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PV അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള അമ്യൂസ്മെന്റ് പാർക്കിൽ വിജിലൻസ് പരിശോധന. മഞ്ചേരി സിൽസില അമ്യൂസ്മെന്റ് പാർക്കിലാണ് പരിശോധന. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരം വിജിലൻസ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുന്നത്. TK അരവിന്ദൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരവിന്ദൻ, ഈ മഞ്ചേരിയിലെ പാർക്കിലാണ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ പരിശോധന നടക്കുന്നത്. എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത്? അമ്പിളി, അല്പസമയം മുമ്പാണ് മഞ്ചേരിയിൽ PV അൻവറിന്റെ ഉടമസ്ഥയിലുള്ള അമ്യൂസ്മെന്റ് പാർക്കിൽ വിജിലൻസ് പരിശോധന നടത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. മഞ്ചേരിയിൽ PV അൻവറിന്റെ സിൻസില അമ്യൂസ്മെന്റ് പാർക്കിലാണ് പരിശോധന. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാന സർക്കാരുമായി കടുത്ത പോരാട്ടത്തിലാണ് PV അൻവർ. കഴിഞ്ഞ ദിവസവും പത്രസമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയും പോലീസിനെതിരെയും കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ കുറെ വർഷങ്ങളായി മഞ്ചേരിയിലെ സിൻസില അമ്യൂസ്മെന്റ് പാർക്കും ഒപ്പം തന്നെ നിലമ്പൂരിലുള്ള പാർക്കിലും നിരവധി പരിശോധനകൾ പോലീസ് നടത്തുന്നു. കോടതി പോലും അൻവറിന്റെ പല ഇടപാടുകളിലും അമ്യൂസ്മെന്റ് പാർക്ക്, നിലമ്പൂരിലെ പാർക്ക്, വാട്ടർ പാർക്ക് അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന ആരോപണത്തിന്റെ പേരിൽ ഹൈക്കോടതിയിലെ പോലും ഇടപെടൽ ഉണ്ടായതാണ്. എന്നാൽ അത്തരം കാര്യങ്ങളൊന്നും പൂർണ്ണമായ തോതിൽ നടപ്പിലാക്കുവാൻ അധികൃതർക്ക് സാധിച്ചിരുന്നില്ല. ഇതിനെ തുടർന്നാണ് പുതിയ പരാതി, മഞ്ചേരി സിൻസില പാർക്കിനെതിരെ പുതിയ പരാതി ഉയരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് പരിശോധന നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്തൊക്കെ രേഖകൾ പിടിച്ചെടുത്തോ മറ്റുള്ള കാര്യങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അല്പസമയത്തിനകം നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ശരി, മലപ്പുറത്ത് നിന്നും TK അരവിന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരളത്തിൽ 6 ജില്ലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിനൊപ്പം കേരള തീരത്ത് കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോഴിക്കോട് മണാശ്ശേരിയിൽ ഇടിമിന്നലേറ്റ് പൂച്ച ചത്തു. പന്നൂളി സ്വദേശി രാജന്റെ വീട്ടിലാണ് സംഭവം. സംഭവ സമയത്ത് രാജന്റെ കുടുംബം വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടിമിന്നലിൽ വീട്ടിലെ വയറിംഗ് കത്തിനശിച്ചു. പരിസരത്തെ 4 വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതേസമയം മണാശ്ശേരിയിൽ കനത്ത മഴ തുടരുകയാണ്. ഡൽഹി സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതം. ഒരു ഡോക്ടർ ഉൾപ്പെടെ 5 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ചാവേർ ഉമർ നബിയുടെ പുൽവാമയിലെ വീട് ഇന്ന് സുരക്ഷാസേന തകർത്തു. ഡോക്ടർ ഉമർ മുഹമ്മദ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. DNA പരിശോധനയിലൂടെയാണ് ഇയാളുടെ സാന്നിധ്യം സുരക്ഷാസേന സ്ഥിരീകരിച്ചത്. രാജ്യത്ത് ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അവയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നവർക്ക് ശക്തമായ സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇയാളുടെ വീട് തകർത്തതെന്ന് സുരക്ഷാസേന അറിയിച്ചു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കോഴിക്കോട് ജില്ലയിൽ വെൽഫെയർ പാർട്ടിയുമായി UDFന്റെ നീക്കുപോക്ക് 5 പഞ്ചായത്തുകളിൽ മാത്രം ഒതുങ്ങി. വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ വിലയിരുത്തലിനെ തുടർന്നാണ് പലയിടത്തും ധാരണകൾ പരാജയപ്പെട്ടത്. മുക്കം നഗരസഭയിൽ ഉൾപ്പെടെ വെൽഫെയർ പാർട്ടി ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തി മുന്നോട്ടു പോവുകയാണ്. കഴിഞ്ഞ 5 വർഷമായി കോഴിക്കോട് മുക്കം മുനിസിപ്പാലിറ്റിയിൽ UDF വെൽഫെയർ സഖ്യമായിരുന്നു പ്രതിപക്ഷത്തെ ഊർജ്ജസ്വലമാക്കിയത്.
കഴിഞ്ഞ തവണ UDF സഖ്യത്തിൽ വെൽഫെയർ പാർട്ടിക്ക് 4 സീറ്റ് ലഭിച്ചിരുന്നു. ഇതിൽ 3 വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തവണ 2 സീറ്റ് മാത്രമേ നൽകാനാവൂ എന്ന് UDF പറഞ്ഞതോടെയാണ് മുക്കത്തെ UDF വെൽഫെയർ ചർച്ച പരാജയപ്പെട്ടത്. കഴിഞ്ഞ തവണ വെൽഫെയർ പിന്തുണയോടെ മത്സരിച്ച UDF സഖ്യത്തിന് 15 സീറ്റും LDFന് 15 സീറ്റും BJPക്ക് 2 സീറ്റും ലഭിച്ചെങ്കിലും ലീഗ് വിമതന്റെ പിന്തുണയോടെ LDF ഭരണത്തിൽ കയറി. എന്നാൽ ഇത്തവണ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തി വെൽഫെയർ പാർട്ടി മുന്നോട്ടു പോവുകയാണ്. മുക്കത്ത് 10 സീറ്റുകളിൽ മത്സരിക്കുന്നതിൽ 5 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 33 വാർഡുകളിലാണ് ജില്ലയിൽ കോഴിക്കോട് UDFുമായി വെൽഫെയർ പാർട്ടി സഹകരിച്ച് മത്സരിച്ചത്. എന്നാൽ ഇത്തവണ അത് കേവലം 7 വാർഡുകളിലേക്ക് ഒതുങ്ങുകയാണ്. കഴിഞ്ഞ തവണ 2 ഡിവിഷനുകളിൽ ഒരുമിച്ച് മത്സരിച്ച കോഴിക്കോട് കോർപ്പറേഷനിൽ ഉൾപ്പെടെ ഇത്തവണ സഹകരണമില്ല. വെൽഫെയർ പാർട്ടിയുമായി സഹകരണമുണ്ടാക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തിരിച്ചടിക്ക് കാരണമായേക്കുമെന്ന കോൺഗ്രസിന്റെ വിലയിരുത്തലിലാണ് പലയിടത്തും സഖ്യം പരാജയപ്പെടാൻ കാരണമായത്. അമൃത ന്യൂസ്, കോഴിക്കോട്. മുക്കം കാരശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാനിബ് ചോണാടിനെ പുറത്താക്കി. ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കിയതായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് R. ഷെഫിൻ അറിയിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാനിബ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുവെന്ന പോസ്റ്റർ ഇന്നലെ വന്നതിന് പിന്നാലെയാണ് പുറത്താക്കിയതായി നോട്ടീസ് വന്നത്. കാരശ്ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാനിബ് ചോണാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കുന്നമംഗലം ബ്ലോക്ക് കാരശ്ശേരി ഡിവിഷനിലേക്കാണ് മത്സരിക്കുന്നത്. സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ കേൾക്കാതെ വാർഡ് ബൂത്ത് പ്രസിഡന്റുമാരെ നോക്കുകുത്തിയാക്കി കോൺഗ്രസ് നേതൃത്വം തൽപര കക്ഷികൾക്ക് വേണ്ടി നടത്തുന്ന സീറ്റ് കച്ചവടത്തിൽ പ്രതിഷേധിച്ചാണ് താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്ന് ഷാനിബ് ചോണാട് പറഞ്ഞു. കോഴിക്കോട് കാരശ്ശേരിയിൽ ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കം. ലീഗിന് ലഭിച്ച കാരശ്ശേരി 16-ാം വാർഡിൽ കോൺഗ്രസ് അനുഭാവിയെ സ്വതന്ത്ര ചിഹ്നത്തിൽ നേതൃത്വം മത്സരിപ്പിക്കുന്നതിനെതിരെയാണ് ലീഗിലെ ഒരു വിഭാഗം രംഗത്തെത്തിയത്. ഇന്നലെ രാത്രി നോർത്ത് കാരശ്ശേരി മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലാണ് വാക്ക് തർക്കവും ബഹളവും ഉണ്ടായത്. യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ലീഗ് കർഷക സംഘം പ്രസിഡന്റ് നടുക്കണ്ടി അബൂബക്കറിനെതിരെ തെറി വിളിച്ചുകൊണ്ട് പ്രവർത്തകർ എത്തി. അബൂബക്കറിനെ സ്ഥലത്ത് നിന്നും മാറ്റി പ്രവർത്തകർ ഇടപെട്ട് മാറ്റുകയായിരുന്നു. ലീഗ് വാർഡ് വൈസ് പ്രസിഡന്റ് KP അബ്ദുൾ റഷീദ് ഉൾപ്പെടെ നേതൃത്വത്തിനെതിരെ പരസ്യമായി പ്രതികരിച്ചു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനത്തിൽ LDFിൽ ധാരണ. കേരള കോൺഗ്രസ് M 10 സീറ്റിലും CPM 9, CPI 4 സീറ്റിലും മത്സരിക്കും. മാണി ഗ്രൂപ്പിന് നൽകിയ 10 സീറ്റിൽ അയർക്കുന്നത്ത് പാർട്ടി ചിഹ്നത്തിലല്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കും. UDFിൽ ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനം പൂർത്തിയായില്ല. ഒരു സീറ്റെന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുന്നു. ലീഗിന് സീറ്റ് നൽകുന്നതിൽ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട്. കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച 14 പകരം 15 സീറ്റിലും കേരള കോൺഗ്രസ് ജോസഫ് 8 സീറ്റിലും മത്സരിക്കാനാണ് ഏകദേശ ധാരണ. ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു സീറ്റ് നൽകണമെന്ന ലീഗിന്റെ ആവശ്യം ജോസഫ് വിഭാഗം അംഗീകരിച്ചില്ല. ഇതോടെ ഇന്നലെയും തീരുമാനമായില്ല. ഇന്നും ചർച്ചകൾ തുടരുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്ക് BJPയുടെ സ്ഥാനാർത്ഥികളെ ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള 3 സ്ഥാനാർത്ഥികളെ CPI പ്രഖ്യാപിച്ചു. LDFിൽ CPI മത്സരിക്കുന്ന കുറുമാത്തൂർ, കോളയാട്, മാട്ടൂൽ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ജില്ലാ സെക്രട്ടറി CPI സന്തോഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. ദീർഘകാലം പൊതുപ്രവർത്തനത്തിൽ മികവുള്ളവരും തദ്ദേശ സ്ഥാപനങ്ങളിൽ തിളങ്ങിയവരുമാണ് മത്സരരംഗത്തിറങ്ങുന്നത്. കുറുമാത്തൂരിൽ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ A. പ്രദീപനും, കോളയാടിൽ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ സിജ രാജീവനും, മാട്ടൂലിൽ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ അബ്ദുൾ നിസാർ വായ്പറമ്പുമാണ് മത്സരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ തിളങ്ങിയവരെയുമാണ് മത്സര രംഗത്തിറക്കുന്നത്. കുറുമാത്തൂരിൽ CPIയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയും അഖിലേന്ത്യാ കിസാൻ സഭയുടെ ദേശീയ കൗൺസിൽ അംഗവും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ A. പ്രദീപനും, കോളയാടിൽ നിലവിൽ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായ സിജ രാജീവനും, മാട്ടൂലിൽ നിലവിൽ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ അബ്ദുൾ നിസാർ വായ്പറമ്പുമാണ് മത്സരിക്കുന്നത്. ആലപ്പുഴയിൽ ലതീഷ് B. ചന്ദ്രനെ തിരിച്ചെടുത്ത് CPM. P. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിൽ പ്രതിയാക്കപ്പെട്ട ലതീഷ് B. ചന്ദ്രനെ മുൻപ് CPMൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. എന്നാൽ നിലവിൽ പാർട്ടി ലതീഷിനെ തിരിച്ചെടുക്കുകയായിരുന്നു. മുഹമ്മ SNV ബ്രാഞ്ച് അംഗമായാണ് തിരിച്ചെടുത്തത്. മന്ത്രി സജി ചെറിയാൻ, ജില്ലാ സെക്രട്ടറി R. നാസർ എന്നിവർ ഇടപെട്ടാണ് ലതീഷിനെ തിരിച്ചെടുത്തത്. VS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് അംഗവും കേരള സർവകലാശാല യൂണിയൻ മുൻ ജനറൽ സെക്രട്ടറിയുമായും പ്രവർത്തിച്ച ആളാണ് ലതീഷ്. കഞ്ഞിക്കുഴി
കണർക്കാട് കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിൽ ലതീഷ് അടക്കം 5 CPM പ്രവർത്തകരായിരുന്നു പ്രതികൾ. CPMലെ വിഭാഗീയതയെ തുടർന്നാണ് സ്മാരകം തകർത്തത്. 2013 ഒക്ടോബർ 31-നായിരുന്നു സംഭവം. അന്ന് പ്രതിയാക്കപ്പെട്ട ലതീഷ് അടക്കം 5 പേരെ CPM പുറത്താക്കി. സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ലതീഷ് പഞ്ചായത്ത് അംഗത്തിന്റെ അലവൻസും പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന് ലഭിക്കുന്ന പെൻഷൻ തുകയും ചേർത്ത് മുഹമ്മയിൽ നിർധനരായവർക്ക് VS ജനകീയ ലാഭം തുടങ്ങിയിരുന്നു. ആറന്മുള മുൻ MLA KC രാജഗോപാലൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. പത്തനംതിട്ടയിലെ മെഴുവേലി പഞ്ചായത്തിൽ 8ാം വാർഡിൽ CPM സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹം രംഗത്തുള്ളത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ രാധാചന്ദ്രനും BJPയിലെ P. അനൂപ് കുമാറുമാണ് എതിരാളികൾ. 1979 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെയാണ് KC രാജഗോപാലൻ മത്സരരംഗത്തെത്തിയത്. അന്ന് വിജയിച്ച് അദ്ദേഹം മെഴുവേലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി. 1988 പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായി. 2006 മുതൽ 2011 വരെ നിയമസഭയിൽ ആറന്മുള നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 2011 മത്സരിച്ചെങ്കിലും K. ശിവദാസൻ നായരോട് പരാജയപ്പെട്ടു. പിന്നീട് പാർട്ടി പ്രവർത്തനത്തിൽ വീണ്ടും സജീവമായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും CITU ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. നിലവിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിച്ചു. CPM മത്സരിക്കുന്ന 9 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ആകെയുള്ള 18 ഡിവിഷനുകളിൽ CPM 10 ഡിവിഷനുകളിലും CPI 3 ഡിവിഷനുകളിലുമാണ് മത്സരിക്കുന്നത്. INL 2-ലും കേരള കോൺഗ്രസും RJDയും NCPയും ഓരോ ഡിവിഷനിലും മത്സരിക്കും. കുറ്റിക്കോൽ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബു എബ്രഹാമാണ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പ്രസിഡന്റ് സ്ഥാനാർത്ഥി. CPM സ്ഥാനാർത്ഥികളെ ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാരിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ സാബു എബ്രഹാം പറഞ്ഞു. ഈ ജില്ലയുടെ സമഗ്രമായ വികസന കുതിപ്പിന് വേഗത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കൂടി പ്ലാൻ ചെയ്തുകൊണ്ട് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മത്സരിക്കുന്ന ഞങ്ങളെ ഈ നാട്ടിലെ ജനങ്ങളും ഏൽപ്പിക്കും എന്ന തികഞ്ഞ വിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. LDFിലെ മറ്റു പാർട്ടികൾ മത്സരിക്കുന്ന ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. കയ്യൂർ ഡിവിഷനിൽ ജില്ലാ കമ്മിറ്റി അംഗം ഒക്ലാവ് കൃഷ്ണൻ, പുത്തികയിൽ ജില്ലാ കമ്മിറ്റി അംഗം KA മുഹമ്മദ് ഹനീഫ്, മടിക്കയിൽ DYFI ജില്ലാ ട്രഷറർ K. സബീഷ്, ബേക്കലിൽ TV രാധിക, കുമ്പളയിൽ KB യൂസഫ്, ദേലമ്പാടിയിൽ O. വത്സല, ചെറുവത്തൂർ ഡിവിഷനിൽ ഡോക്ടർ ഷെറീന സലാം, ചെങ്കളയിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി സഹർബാഹു സാഗർ എന്നിവർ ജനവിധി തേടും. അമൃത ന്യൂസ്, കാസർഗോഡ്. A സർട്ടിഫിക്കറ്റും 15ഓളം തിരുത്തലുകളും നിർദ്ദേശിച്ച സെൻസർ ബോർഡ് നടപടി ചോദ്യം ചെയ്ത് ഹാൽ നിർമ്മാതാക്കൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. സെൻസർ ബോർഡ് നിർദ്ദേശിച്ചവയിൽ 2 മാറ്റങ്ങൾ വരുത്തിയ ശേഷം വീണ്ടും അനുമതിക്കായി സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് കോടതി സെൻസർ ബോർഡിന് നിർദ്ദേശം നൽകി. മലപ്പുറത്ത് വൻ കുഴൽപ്പണവേട്ട. വേങ്ങരയിൽ നിന്നാണ് 1,25 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി 2 പേർ പിടിയിലായത്. കൊടുവള്ളി സ്വദേശികളായ മിൻഹാജ്, റഹീം എന്നിവരാണ് പോലീസ് പിടിയിലായത്. കാറിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത്. കോഴിക്കോട് പേരാമ്പ്രയിൽ വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കവുവട്ടം സ്വദേശി അമാൻ അബ്ദുള്ളയാണ് പിടിയിലായത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് യുവാവ് പോലീസിന്റെ പിടിയിലാകുന്നത്. ഇയാളിൽ നിന്നും 3500 രൂപയോളം വില വരുന്ന 350 ഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനായി ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാൾ ലഹരി വസ്തുക്കൾ എത്തിച്ചതെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂർ പാലത്തായി പീഡനക്കേസിൽ അധ്യാപകനും BJP നേതാവുമായ കുനിയിൽ പത്മരാജൻ കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷ നാളെ വിധിക്കും. തലശ്ശേരി പോക്സോ അതിവേഗ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. 10 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. 2020 ജനുവരി 15-നും ഫെബ്രുവരി 2-നും ഇടയിൽ സ്കൂളിലെ ബാത്റൂമിൽ വെച്ച് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അടക്കമുള്ള സംഘങ്ങൾ അന്വേഷണം നടത്തിയിരുന്നു. ഒടുവിൽ 2021 DYSP TK രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചത്. കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക 1-ാം ഇന്നിംഗ്സിൽ 159 റൺസിന് പുറത്ത്. 31 റൺസെടുത്ത ഓപ്പണർ ഏഡൻ മാർക്കറുമാണ് ദക്ഷിണാഫ്രിക്കയുടെ ടോപ്പ് സ്കോറർ. ഇന്ത്യയ്ക്കായി ജസ്പ്രീത് ബുംറ 5 വിക്കറ്റ് എടുത്തു. 14 ഓവറിൽ 27 റൺസ് മാത്രമാണ് ബുംറ വഴങ്ങിയത്. കുൽദീപ് യാദവും മുഹമ്മദ് സിറാജും 2 വിക്കറ്റ് വീതവും അക്സർ പട്ടേൽ 1 വിക്കറ്റും എടുത്തു. ഇന്ത്യ 1-ാം ഇന്നിംഗ്സിൽ 1-ന് 37 റൺസ് എന്ന നിലയിലാണ്.